Hi dear students, today we will move a new chapter number 8, comparing quantities. We are often required to compare two quantities in our daily life. They may be height, weight, age, price, distance, speed, mark, for etc. To compare two quantities, their unit must be same. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കമ്പയറിങ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞാൽ എത്ര മാർക്ക് കിട്ടി, എൻ്റെ ഫ്രണ്ടിന് എത്ര മാർക്ക് കിട്ടി, അതൊക്കെ ഒന്ന് കമ്പയർ ചെയ്യൂലേ. അതുപോലെ തന്നെ നമ്മൾ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എല്ലാം ഒന്ന് കമ്പയർ ചെയ്യില്ലേ. കമ്പയർ ചെയ്യുമ്പോൾ ഒരേ ഒരു റൂൾസേ ഉള്ളൂ. നമ്മൾ കമ്പയർ ചെയ്യുന്ന രണ്ട് മെഷർമെൻറ്റിൻ്റെ യൂണിറ്റ് സെയിം ആയിരിക്കണം എന്ന് മാത്രമുള്ളൊരു റൂൾസേ ഫോളോ ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഹീനാസ് ഹൈറ്റ് 150 centimeter, Amir height 75 centimeter. We say that Hina is 2 times taller than Amir. Amir's height is 1/2 of Hina's height. Look at this example. Cheetah's speed is 120 kilometer, man's speed is 20 kilometer. The two speed is same unit, kilometer. Okay, we say that the speed of cheetah is 6 times the speed of a man, or the speed of a man is 1/6 of the speed of the cheetah. Next we discuss about different method of comparities. Okay, first discuss ratio. The ratio is used to compare two quantities. These quantities must have the same unit. Ratio is represented by this sign, read as is to. We can write the form of fraction 2/3 equal to 2:3. Okay. ഒരു റേഷ്യോ എന്നുള്ളതിനെ നമ്മൾ ഈസ്റ്റു എന്നുള്ള സൈൻ കൊണ്ടാണ് സൂചിപ്പിക്കുക. 2:3 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ ഫ്രാക്ഷൻ ഫോമിലാക്കുമ്പോൾ 2/3 എന്നാണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് ഫിഗർ. ഹിയർ ഈസ് 3 ബ്ലൂ ബോൾ ആൻഡ് 1 ഗ്രീൻ ബോൾ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഗ്രീൻ ടു ബ്ലൂ. ഹിയർ ഗ്രീൻ ബോൾ ഈസ് 1:3 blue ball. The ratio of green to blue is 1:3. Next example, find the ratio of 3 kilometer to 300 meter. Look at this question. Here is 3 kilometer, here is 300 meter. Different unit. First we convert both distance to same unit. We know that 1 kilometer equal to 1000 meter. 3 kilometers equal to 3 into 1000 meter equal to 3000 meter. Next we write the ratio form. 3 kilometer is to 300 meter. We know that 3 kilometer equal to 3000 meter. 3000 meter is to 300 meter. This 20 is cancelled. 30 is to 3. Divide 3 on both sides. We get 10:1. The required ratio is 10:1. Next we discussed about equivalent ratio. What are the equivalent fractions? Equivalent fractions are fractions that look different but have the same value. For example, 1/2, 2/4, 3/6, 4/8, for etc. ഓക്കെ, ഇക്വാലൻ്റ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാണുമ്പോൾ ഡിഫറെൻ്റ് ആണ്, പക്ഷെ സെയിം വാല്യൂ ആയിരിക്കും. ഫസ്റ്റ് ഫ്രാക്ഷൻ എന്താണ്? 1/2. ഇനി സെക്കൻഡ് ഫ്രാക്ഷൻ എന്താണ്? 2/4. 2/4നെ ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ 2. വി ഗെറ്റ് 2 divided by 2, 1. 4 divided by 2, 1/2. ഓക്കെ, ഫസ്റ്റ് ഫ്രാക്ഷനും സെക്കൻഡ് ഫ്രാക്ഷനും ഇപ്പോൾ ഈക്വൽ ആയില്ലേ. 3/6നെ സിംപ്ലിഫൈ ചെയ്താലും എന്താ കിട്ടുക? 1/2. 4/6 8നെ സിംപ്ലിഫൈ ചെയ്താലോ 1/2. നോക്കുക, നമുക്ക് തന്നിരിക്കുന്ന ഈ
ഫ്രാക്ഷനിൽ നമുക്ക് കാണുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുക, പക്ഷേ സെയിം വാല്യൂ ആണ്. ഇത്തരത്തിലുള്ള ഫ്രാക്ഷനെ നമ്മൾ എന്ത് പറയുക? ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഫ്രാക്ഷൻ തന്നാൽ അതിൻ്റെ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ എങ്ങനെയായിരുന്നു നമ്മൾ കാണുക? ഇതൊക്കെ നമ്മൾ 6ാം ക്ലാസ് പഠിച്ചതാണ് അല്ലേ? എങ്ങനെയായിരുന്നു? സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്പിൾ ചെയ്യോ ഡിവൈഡ് ചെയ്യോ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ കാണുക. ദേ ആർ ദ സെയിം ബിക്കോസ് we have multiply or divide both the numerator and the denominator by the same number, the fraction keep its value. പഠിച്ചിട്ടില്ലേ? What is equivalent ratio? നമ്മൾ ഓൾറെഡി പറഞ്ഞു 2:3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2/3. അപ്പോൾ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞത് തന്നെയാണ് എന്ത്? ഇക്വാലൻറ്റ് റേഷ്യോ. In order to find out equivalent ratio, first we have to convert ratio to fraction form, then multiply or divide the numerator and denominator with the same number. Okay? Yes, we solve an example. Find the two equivalent ratios of 5:20. The ratio 5:20. First we convert this ratio to fraction form. 5:20, the fraction form is 5/20. Okay. Next we find the equivalent fraction of 5/20. Multiplying it by 2, 5 into 2 by 20 into 2, 5 into 2 we get 10, 20 into 2, 40. The first equivalent fraction is 10/40. Second equivalent fraction, then divide it by 5. 5 divided by 5 by 20 divided by 5. Okay, 5 divided by 5, 1. 20 divided by 5, 4. We get the another equivalent fraction 1/4. So the equivalent ratio, first the convert the ratio form 10:40. 1:4. The two equivalent ratios are 10:40 and 1:4. ഓക്കെ. അപ്പോൾ ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ എങ്ങനെ കണ്ടെത്തുക? നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പറിനെ കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയോ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ കാണുക. ഇക്വാലൻറ്റ് ഫ്രാക്ഷൻ കണ്ടിട്ട് അതിനെ റേഷ്യോ ഫോമിലേക്ക് ആക്കി മാറ്റിയാൽ എന്തായി മാറും? ഇക്വാലൻറ്റ് റേഷ്യോ ആയി മാറും. ഓക്കെ. രണ്ട് റേഷ്യോ തന്നാൽ അത് ഇക്വാലൻ്റ് ആണോ അല്ലയോ എന്ന് കണ്ടെത്താൻ എന്താ ചെയ്യുക? തന്നിരിക്കുന്ന റേഷ്യോനെ നമ്മൾ ഫ്രാക്ഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ആ ഫ്രാക്ഷനെ ലൈക്ക് ഫ്രാക്ഷനാക്കി മാറ്റിയിട്ട് ലൈക്ക് ഫ്രാക്ഷനെ കമ്പയർ ചെയ്യുക. ഓക്കെ. ടു കമ്പയർ ദാറ്റ് ദ ടു റേഷ്യോസ് ആർ ഇക്വാലൻ്റ് ഓർ നോട്ട്, we need to convert them in the form of like fraction. What are like fraction? Fraction with same denominators are called like fraction. What are the unlike fraction? Fraction with different denominators are called unlike fraction. Okay. Example, check whether the ratios 2:3 and 3:4 are equivalent or not. Given that the ratio 2:3 and 3:4, first we convert these two ratios to fraction form. 2:3, 2/3. 3:4 is 3/4. These two fractions are unlike fraction because the denominators are different. Okay. How to convert these two unlike fraction to like fraction? First we find the LCM of the denominator. Here denominators are 3 and 4. LCM of 3 and 4 is 12. How to find LCM? 3, 4. Here 3 is odd number, 4 is even number. We take 2, 3, 4 divided by 2, 2. Again 2 is even number, we take 2, 3, 2 divided by 2, 1. Here 1 and 3 are odd number, we take
3, 1, 1. LCM of 3 and 4 is 2 into 2, 4, 4 into 3, 12. Okay, LCM is 12. First fraction 2 by 3. Next we find the equivalent fraction of 2 by 3. 2 into 4 by 3 into 4. How to find this 4? We know that LCM of 3 and 4 is 12. 12 divided by this denominator. Here denominator is 3. 12 divided by 3, we get 4. This quotient is multiplying numerator and denominator. Got it? Okay. 2 into 4, 8. 3 into 4, 12. The first equivalent fraction is 8 by 12. Second fraction 3 by 4. Okay. 3 into 3, 4 into 3. This 3 is repeating this method. 12 by denominator is 4. 12 divided by 4. The quotient is 3. Multiplying numerator and denominator by 3. 3 into 3, 9. 4 into 3, 12. Okay. These two fractions are like fraction because denominators are same. Here denominator is 12. Next, compare these two like fraction. How to compare two like fractions? നമ്മൾ രണ്ട് like fraction compare ചെയ്യുക. Compare only numerator because the denominator is same. Okay. The biggest numerator is biggest fraction. ഏത് ന്യൂമറേറ്റർ ആണോ വലുത് ആ ഫ്രാക്ഷൻ ആയിരിക്കും എന്ത് ബിഗ് ഫ്രാക്ഷൻ. ഇവിടെ നോക്കുക, ഇവിടെ 8, 9 എന്ന് പറഞ്ഞ ന്യൂമറേറ്ററേ ഉള്ളൂ. ഇതിലേതാണ് വലുത്? 9. ഓഫ് കോഴ്സ് ദിസ് ഫ്രാക്ഷൻ ഈസ് ബിഗ് ഫ്രാക്ഷൻ. ക്ലിയർ? 8 by 12 is less than 9 by 12. We know that 8 by 12 is 2 by 3. 2 by 3 is less than 9 by 12 is 3 by 4. Okay. Hence the ratio 2:3 is not equivalent to 3:4. Equal to എന്ന് കിട്ടിയാൽ എന്തായിരിക്കും? ഇക്വാലൻ്റ് ഫ്രാക്ഷൻ ആയിരിക്കും. ലെസ് ദാനും ഗ്രേറ്റർ ദാനും ഒക്കെ കിട്ടിയാൽ എന്തായിരിക്കും? നോട്ട് ഇക്വാലൻ്റ് ആയിരിക്കും. ക്ലിയർ? Next we discuss about proportion. Proportion shows the equality between two ratios. If two ratios are in proportion, then this must be equal. The symbol of proportion is 2 raised to or equal to. Look at this figure. Aruna made a sketch of the building she lived in and drew sketch of her mother standing beside the building. In this case, the ratio of height in the drawing should be the same as the ratio of actual height. That is, actual height of building by actual height of mother equal to height of building in drawing by height of mother in the drawing. Means A by B equal to C by D. Here A is actual height of building, B is actual height of mother, C is height of building in drawing, D is height of mother in the drawing. Next we discuss about how to solve a problem in proportion method. First example, if the cost of 8 strawberries is 64 rupees, then what will be the cost of 25 strawberries? In this question, we solve the two methods. First method, unitary method. Second, using proportion method. Okay, first method, given that the question cost of 8 strawberry is equal to 64 rupees. Cost of 1 strawberry is equal to 64 by 8 equal to 8 rupees. Cost of 25 strawberry is 25 into 8.
25 into 8, we get 200 rupees. Cost of 25 strawberry is 200 rupees. Next, we use using proportion method. Let us take the cost of 25 strawberry is X. Next step, write the ratio number of strawberries 8 is to 25 equal to, next the ratio of price of strawberries 64 is to X. Next step, write the fraction form 8 by 25 equal to 64 by X. How to solve these two fractions? Yes, using cross multiplication method, 8 into X equal to 64 into 25. 8x equal to 64 in 25, we get 1600. Okay, x equal to 1600 by 8, we get the answer 200.